കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 4 ദിവസമായി മാധ്യമങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ഏറ്റെടുത്ത ഒരു പ്രശ്നമാണ് ചക്കര പഞ്ചാരക്കൊല്ലിയിൽ ഉണ്ടായ ദാരുണമായ ദുരന്തം. സ്വാഭാവികമായും പ്രദേശവാസികൾക്ക് വല്ലാത്ത ഭീതിയും ഉത്കണ്ഠയും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി. അതിനെ തുടർന്ന് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭരണ നേതൃത്വത്തിൻ്റെയും മുമ്പിലുണ്ടായിരുന്നത്. ഇവിടുത്തെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് വനം വകുപ്പ് ആ ദാരുണ സംഭവത്തിനിടയാക്കിയ കടുവയെ പിടിക്കാൻ തീവ്ര ശ്രമമാണ് നടത്തിയത് എന്നതിന് നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. എന്നിരുന്നാലും അതിൽ കാലതാമസമുണ്ടായി എന്നത് വസ്തുതയാണ്. പക്ഷെ അത് ഫലപ്രാപ്തിയിലെത്താത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രതിഷേധവുമാണ്. ഇന്നലെ രാവിലെ വനം വകുപ്പിലെ വനം മേധാവി ഉൾപ്പെടെ വനം വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരാലോചനാ യോഗമാണ് നമ്മൾ നടത്തിയത്. ആ യോഗത്തിൽ വെച്ചാണ് നിയമവിദഗ്ധന്മാരുമായി കൂടി ആലോചിച്ച് നിയമത്തിലെ വഴികൾ ഉപയോഗിച്ച് തന്നെ ഈ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ജനകീയ ആവശ്യം അംഗീകരിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം വന്നതോടുകൂടി തന്നെ അവിടെ ചെന്ന് ഞാനത് അറിയിച്ചപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ അത് ഹർഷാരവത്തോടെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾക്ക് നിങ്ങളെല്ലാം സാക്ഷികളും നിങ്ങൾ നല്ല പ്രതികരണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ച അതിൻ്റെ ഒരു 10% പോലും വന്നില്ല എന്നതിൻ്റെ അതിൻ്റെ ഒരു സ്വകാര്യ പരിഭവമെന്ന് വെച്ചോളൂ. പക്ഷെ നമുക്ക് ആ പ്രശ്നം ഭംഗിയായി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പരിഹരിക്കാൻ കഴിഞ്ഞു.